നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കേരളത്തിലെ ഇടതു മുന്നണിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് നൽകാതെ ഇടതുമുന്നണിയിൽ CPM തങ്ങളെ വഞ്ചിച്ചുവെന്ന് RJD കുറ്റപ്പെടുത്തി. RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറാണ് വാർത്താ സമ്മേളനം വിളിച്ച CPMനെതിരെ കടുത്ത ആക്ഷേപം ഉന്നയിച്ചത്. CPMന്റെ വല്യേട്ടൻ മനോഭാവമാണ് ഇപ്പോൾ മുന്നണിയിൽ നടക്കുന്നതെന്ന വലിയ ആക്ഷേപമാണ് RJD ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് അർഹതപ്പെട്ടതായിരുന്നു രാജ്യസഭാ സീറ്റ്. ഈ രാജ്യസഭാ സീറ്റ് തന്നില്ലെന്ന് മാത്രമല്ല, മുന്നണിയിൽ കൂടിയാലോചന പോലും നടത്താതെയാണ് ഏകപക്ഷീയമായി കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകിയത്. 2018 ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് 2019 ആ സീറ്റ് ഒരു ധാരണയുടെ പേരിൽ CPIക്ക് കൈമാറി. ഇക്കുറി സ്വാഭാവികമായും CPI ആ സീറ്റ് തിരിച്ച് ഞങ്ങൾക്ക് തരേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. എന്നാൽ CPMന്റെ ഭാഗത്ത് നിന്നും തങ്ങൾക്ക് ന്യായം ലഭിച്ചില്ല എന്നുള്ള വലിയ പരിഭവമാണ് ഇപ്പോൾ RJD ഉന്നയിക്കുന്നത്. RJD ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. JDS, RJDയിൽ നിന്ന് നേരത്തെ പിരിഞ്ഞുപോയ JDS വിഭാഗം, ജനതാദൾ വിഭാഗം. ആ JDS കേരളത്തിൽ നിൽക്കുന്നത് ഇടതുമുന്നണിക്കൊപ്പം. കേരളത്തിന് പുറത്ത് രാജ്യത്താകമാനം JDS നിൽക്കുന്നത് NDA മുന്നണിയിൽ, NDAയുടെ ഭാഗമായി. അത്തരത്തിൽ ദേശീയ തലത്തിൽ BJPയുടെ ഒപ്പം നിൽക്കുന്ന JDSന് സംസ്ഥാനത്ത് അർഹമായ പരിഗണന CPM നൽകുന്നുണ്ട്, ഇടതുമുന്നണി നൽകുന്നുണ്ട്. JDSനൊരു മന്ത്രിയുണ്ട്. മന്ത്രി മാത്രമല്ല, JDSന് 60-70ഓളം സ്ഥാനമാനങ്ങൾ നൽകി. എന്നാൽ RJDക്ക് നൽകിയതോ 6-7 സ്ഥാനമാനങ്ങളാണ്. അങ്ങനെ JDSന് കൊടുക്കുന്ന പരിഗണന പോലും RJDക്ക് ലഭിക്കുന്നില്ല. ഇടതുമുന്നണി യോഗത്തിൽ RJDയെ വിളിക്കുന്നത് 11ാമതായിട്ടാണ്. RJDയേക്കാൾ താഴെയുള്ള അംഗബലം കുറവുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും വലിയ പരിഗണന CPM ഈ ഇടതുമുന്നണിയിൽ നൽകുന്നു. എന്നാൽ RJDയെ പരമാവധി അകറ്റുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അടിമുടി ഇടതു സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RJD. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് RJDയുടെ പ്രധാന ലക്ഷ്യം. മുന്നണി വിട്ടു പോവുകയോ അല്ലെങ്കിൽ മുന്നണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമുണ്ടാക്കുകയോ RJDയുടെ ലക്ഷ്യമല്ല. എന്നാൽ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയും. ഇനിയെങ്കിലും RJDയോട് കാണിക്കുന്ന ഈ വേർതിരിവ് അത് അവസാനിപ്പിക്കണമെന്നാണ് MV ശ്രേയാംസ് കുമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കേരളത്തിലെ ഇടതുമുന്നണിയിൽ വലിയ പടപ്പുറപ്പാടുകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് തോൽവിയുടെ പേരിൽ CPMനെതിരെ CPIയിൽ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നു. CPMന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPIയുടെ നേതാക്കൾ വലിയ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ഏകാധിപത്യ ശൈലി, മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിൽ നടത്തിയ അമിതമായ മുസ്ലിം പ്രീണന നയം എന്നിവയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമെന്നാണ് CPIയുടെ വലിയ ആരോപണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെ സർക്കാരിൻ്റെ നയങ്ങളെ പലതരത്തിൽ വിമർശിച്ചുകൊണ്ട് CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ തന്നെ രംഗത്ത് വന്നിരുന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സിവിൽ സപ്ലൈസ് അടക്കമുള്ള പൊതുവിപണികളിൽ യഥാസമയത്ത് സാധനങ്ങൾ ലഭ്യമാക്കാത്തതും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്നും അകറ്റി. സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടാകാൻ ഇതൊക്കെ കാരണമായി. അതുകൊണ്ടാണ് തോൽവി ഉണ്ടായതെന്നും ആലപ്പുഴയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഇതാ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച മറ്റൊരു വിവാദം കൂടി ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ രാജ്യസഭാ സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് M വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ഒരു ലോക്സഭാ MPയോടൊപ്പം രാജ്യസഭാ സീറ്റുമായിട്ടാണ് ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് M പ്രവേശിച്ചത്. ഇപ്പോൾ ലോക്സഭാ സീറ്റ് നഷ്ടമായിരിക്കുന്നു. ഇനി രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലെങ്കിൽ അത് പാർട്ടിയുടെ കെട്ടുറപ്പിനെയും പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെയും ബാധിക്കുമെന്ന് ജോസ് കെ മാണി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് Mന് ആ രാജ്യസഭാ സീറ്റ് നൽകണമെന്നായിരുന്നു കേരള കോൺഗ്രസ് Mന്റെ ആവശ്യം. സാധാരണയായി തങ്ങളുടെ കൈവശമിരിക്കുന്ന രാജ്യസഭാ സീറ്റ് CPM ആർക്കും വിട്ടു നൽകാറില്ല. 2000 ഇതിന് അപവാദമായ ഒരു തീരുമാനമുണ്ടായി. അന്ന് RSPക്ക് CPM തങ്ങളുടെ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകി.
അതിനുശേഷം ഇതാദ്യമായിട്ടാണ് CPM തങ്ങളുടെ സീറ്റ് ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഘടകകക്ഷിക്ക് വിട്ടു നൽകുന്നത്. ഇക്കുറി കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ നിർത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങളുടെ കൈവശം വരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരിക്കുന്നത്. കാരണം മധ്യ കേരളത്തിലടക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പിച്ച വിജയത്തിന് പിന്നിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണയുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം മൂലമാണ് ആ വിജയം നേടിയതെന്ന് CPMന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കൂറ്റൻ പരാജയം, കനത്ത പരാജയം, അത് പിണറായിയുടെ രാജിയിലേക്കുള്ള മുറവിളിയായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം പോലുള്ളൊരു പാർട്ടിയെ പിണക്കി വിടുന്നത് അത്രത്തോളം നല്ലതല്ല എന്നൊരു തിരിച്ചറിവും CPMലുണ്ടായി. ഇതാണ് തങ്ങളുടെ കൈവശം ഇരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകാൻ CPMനെ പ്രേരിപ്പിച്ച ഘടകം. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന് ആ സീറ്റ് വിട്ടു നൽകിയതോടുകൂടി ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടിയായ RJD ആണ് ഇപ്പോൾ ആകെ ക്ഷുഭിതരായിരിക്കുന്നത്. JDSന്, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയായ JDSന് നൽകുന്ന പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും അത് ഇത്തരത്തിലുള്ള അനീതി സഹിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നുമുള്ള നിലപാട് തന്നെയാണ് RJD സ്വീകരിച്ചത്. ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നീരസം വാർത്താ സമ്മേളനത്തിലൂടെ RJD സംസ്ഥാന അധ്യക്ഷൻ MB ശ്രേയാംസ്കുമാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ UDFൽ നിന്ന് മറുകണ്ഠം ചാടിയാണ് RJD ഇടതുമുന്നണിയിലേക്ക് എത്തുന്നത്. മുൻപ് MB വീരേന്ദ്രകുമാറിന് ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു RJD LDF വിട്ട് UDFിലേക്ക് എത്തിയത്. പലതവണ പാർട്ടിയുടെ പേര് മാറ്റപ്പെട്ട് ഒടുവിൽ RJD ആയി എത്തി നിൽക്കുന്നു. RJDക്ക് അർഹിച്ച പരിഗണന കിട്ടിയില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായിട്ടാണ് വാർത്താ സമ്മേളനം MB ശ്രേയാംസ്കുമാർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ LDFിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു വിവാദങ്ങൾ അത് വരും ദിവസങ്ങളിൽ എങ്ങനെ ആളിപ്പടരുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.